ഹായ് മോളെ. കേശുട്ടാ. ആടി. ആ ചേട്ടാ. ഹലോ. ഹായ്. ഹായ്. ചേട്ടാ ഇരിയേട്ടാ. എല്ലാരും എന്ത്? അപ്പം ഓഫീസിൽ പോയേക്കണം. പിന്നെ അച്ഛനോടുണ്ട്, ബാക്കി എല്ലാവരും കൂടെ ഉണ്ട്. കേശു ഇപ്പൊ എന്തിനാ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ. അല്ല എന്തായിട്ട് നിങ്ങൾ ലേറ്റ് ആയി പോയെ? അല്ല ഞങ്ങൾ വന്ന വഴിയേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ അവനെ ഒന്ന് കണ്ടു. എടാ മരക്കഴുതേ. അയ്യോ കഴുതേ, നീയോ? എന്തൊക്കെയുണ്ട് വിശേഷം? സർപ്രൈസ് സുഖം. എടി അവന്തിക. ഹായ് വണക്കം. എന്തൊക്കെയുണ്ട്? സുഖം. ഇവ എപ്പോഴും പറയും അവന്തിക അവന്തിക എന്ന്. എന്നാലും കൊള്ളാം, പൊളിച്ച് നന്നായി. ശ്രീ കൃപാദിനെ കണ്ടല്ലോ. ഇത് അവന്തിക. ഓ എന്തിനിരിക്കണേ? ഫുൾ ടൈം ഇരുത്തല്ലേ. ബൈക്ക്, സൈക്കിള്, കാറ്, ട്രിപ്പോടെ ട്രിപ്പ്. അല്ലടി നിങ്ങൾ നാട്ടിൽ വന്ന ട്രിപ്പ് ഒന്നും പോയില്ലേ? ട്രിപ്പാ? എവിടെ പോവാൻ? ഇടയ്ക്ക് താജ്മഹൽ പോയി. താജ്മഹൽ പോണ ട്രിപ്പ് അല്ലേ? വേറെ എവിടെയും പോയില്ലല്ലോ. പിന്നെ ശ്രീക്ക് തിരക്കോടെ തിരക്കാണ്, എവിടെ കുടുങ്ങി കിടക്കും. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഫുള്ള് ട്രിപ്പായിരുന്നു. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക. ഏയ് അപ്പൊ മൊത്തത്തിൽ പൊളിയോടെ പൊളി തന്നെ. അടകട്ട് ഇനി ഇങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ സമയം കിടക്കല്ലേ? പിന്നല്ല. എടാ നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ്. നൈസ്. ഞാൻ എല്ലാ പരിപാടിയൊക്കെ സെറ്റായിട്ട് നിന്നെ വിളിക്കാം, വരണം കേട്ടോ. ഉറപ്പായിട്ടും. ഡേയ് ഞങ്ങൾ ബാംഗ്ലൂർ പോന്നി വരുന്ന. ബാംഗ്ലൂരാ? ശ്രീ പോവാം, ബാംഗ്ലൂർ പോവാം. ബാംഗ്ലൂർ പോവാമോന്ന്? കുട്ടാവൻ എന്തോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി അടിച്ചു വിളിച്ചിട്ട് വാ. ആഹാ ഇരുന്നേരൊക്കെ എത്തിയല്ലേ? എടാ ഇതാണ് ബാലിച്ചേട്ടൻ. തലവരെ ഉങ്ങളെ പറ്റി ரொம்ப കേൾവി കേട്ടു. എന്നാ തമ്പി സൗഖ്യമാ? സൗഖ്യമാണേ. നല്ലാറ്. ഇത് എന്നോട് പൊണ്ടാട്ടി. ആണാ മോളെ പേരെന്താണ്? അവന്തിക. അവന്തിക, നല്ല പേര്. പഴയ കാളിദാസന്റെയും ഭാസന്റെയും ഒക്കെ സംസ്കൃത നാടകങ്ങളുടെ നായികയുടെ പേരാണ് അവന്തിക. അവന്തിക കൃപാനന്ദ മാധവ്. നല്ല ചർച്ച. കളിയാക്കിയതല്ലേ? എൻ്റെ മക്കളെ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം കേട്ടോ. എന്താ കുന്തം വഴി കളിക്കണത്? തമാശയൊക്കെ പറ. ആര് കുന്തം വഴി കളിക്കണ്? തമാശയൊക്കെ പറയടേ. അല്ല ആര് കുന്തം വഴി കളിക്കണ? ഞാൻ ഒരു തമാശ, നീ സീരിയസ് ആക്കി എന്താ? ഇത് ജോക്കല്ലേടേ, അതിന്റെ രീതിയിൽ ഇടറേ. എന്താടേ ട്രാജഡി പറഞ്ഞിട്ട് കോമഡി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കോമഡി ഇതുപോലെ വല്ലപ്പോഴൊരിക്കൽ തമാശ പറയുള്ളൂ. പക്ഷെ അത് കറക്റ്റായിരിക്കും. പക്ഷേ ബാക്കിയൊക്കെ ചീറ്റി പോകും കേട്ടോ. ഒന്ന് മാത്രമേ എറിക്കുള്ളൂ. ഡേ ശ്രീകുട്ടാ, നിന്റെ പഴയ ചീറ്റിയ തമാശയൊക്കെ ഉണ്ടല്ലേ, അതെടുത്തിട്ട് വിടും. ഒരു ചിരി. ഞാൻ പറയണ കേട്ടി അളിയൻ പറഞ്ഞ ചീഞ്ഞൊക്കെ എടുത്തിട്ട് ആദ്യം അതല്ലേ നല്ലതല്ലേ? അത് മതി. അല്ല ഇവര് അളിയനും അല്ലേ? അതെ, അളിയനുമാണ്. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത്, അതുകൊണ്ടാണ്. കൃപാന്തേ, എൻ്റെ കുട്ടിക്കാലത്തെ എവൻ്റെ വീട്ടിനടുത്ത് ഞാൻ താമസിച്ചത്. അങ്ങനെയാണ് ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടിയത്. അന്ന് വള്ളി നിൽക്കലും നടക്കായിരുന്നു. ഒരുപാട് അവലോസം ഉണ്ടാക്കി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു നോക്ക്. ഇല്ലടാ അവലോസം ഉണ്ടാ വാങ്ങിച്ചു തന്നെന്തിനാണെന്നറിയാം? എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ സോപ്പിട്ടിട്ട് ചേച്ചിയെ കാണണം. ചേച്ചിയെ കണ്ടില്ലെങ്കിൽ പാടൂര് അമ്പലത്തിൻ്റെ പുറവശത്ത് പോയെന്ന് കരയും. ആര് കരയും? പോയാടാണെന്ന്. ഞാൻ കരയുന്നില്ല. അന്ന് ഞാൻ നല്ല ചുള്ളനായിരുന്നു കേട്ടോ. എന്നെ ചക്കയും മാങ്ങയും പേരയ്ക്കകത്തൊന്ന് വളച്ചിങ്ങ് എടുത്തവർ, വശീകരിച്ചെടുത്തവരെ വീട്ടുകാർ. അങ്ങനെയാണ് എന്നെ കെട്ടിച്ചത്. ചേച്ചിയെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു ആറുണ്ട്, അവിടെ ചാടി ചാവെന്ന് പറഞ്ഞു. അല്ല അത് സത്യമാണ്. പക്ഷേ ഇവ എൻ്റെ ഹംസമായിരുന്നു. ഓരോ അവലോസുണ്ട വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓരോ ലിറ്റർ ഞാൻ എൻ്റെ ഭാര്യയെ കൊടുത്തു വിടുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ അവലോസുണ്ട. അങ്ങനെ ഒരുപാട് അവലോസുണ്ട തിന്നാ ഇല്ലടാ. ഒരു തമാശയൊക്കെ പറഞ്ഞ ഒരു ചിരിപ്പിന് ഞാൻ ചിരിപ്പിക്കണ അളി തന്നെ ചിരിപ്പിക്കുകയല്ലേ? എന്താടേ അളി ഇവിടുത്തെ പഴയ ജോക്കറല്ലേ? കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? നിങ്ങൾ നല്ല സിങ്കാണ്. നമ്മൾ നല്ല സിങ്കാണ്. നമ്മൾ കോമഡിയും ജോക്കറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കോമഡിയും ജോക്കറും വ്യത്യാസമില്ല. കോമഡി എന്ന് പറഞ്ഞില്ലല്ലോ, അത് കോമഡി വേഷം കിട്ടണം. സ്വന്തം സ്വഭാവം എപ്പോഴാണ് പുറത്തു വന്നത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.